നന്ദിയുള്ള മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും അഴകുള്ള മനുഷ്യൻ. വേർഡ്സ്വർത്ത് കവിത കുറിക്കുകയാണ്. സത്യമല്ലേ? ദ വൺ വിത്ത് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ. സത്യം. അങ്ങനെയാണെങ്കിൽ നന്ദിയുടെ അഴകാഴങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. നന്ദിയുള്ള ആളാണോ ഞാൻ? ഈ ചോദ്യത്തിന് ഉത്തരം തിരഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് സഞ്ചരിക്കാം. മനഃശാസ്ത്രം പറയുന്നൊരു കാര്യമുണ്ട്. എന്തിനോടും ആരോടും നന്ദിയുള്ള മനുഷ്യർ എവിടെ ചെന്നാലും പ്രകാശം പരത്തുന്ന ആളുകളായി മാറും. അവർ വെട്ടമുള്ള മനുഷ്യരാണ്. കാരണം അവർക്ക് പരിഭവങ്ങളെയും പരാതികളെക്കാളും കൂടുതൽ അവർക്ക് നന്ദിയാണ്. അവർ കുറ്റപ്പെടുത്തുന്നതിനും ഒറ്റപ്പെടുത്തുന്നതിനും പകരം പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം അവർ നയിക്കുന്നത് നന്ദിയുടെ വെട്ടമുള്ള ചിന്തകളാണ്. വീണ്ടും ആ ചോദ്യം ചോദിക്കണം, നിങ്ങളെങ്ങനെയാണ്? ഒരു ഗ്രേറ്റ്ഫുൾ ഹാർട്ടുള്ള ആളാണോ? എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് ഈസ് എ ഗ്രേറ്റ് ഹാർട്ട്. നല്ല നന്ദി നിറഞ്ഞ ഹൃദയമാണ് ഏറ്റവും നല്ല ഹൃദയം. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ഒരു ഗ്രേറ്റ് ഹാർട്ടായി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ലെങ്കിൽ ജീവിതത്തിലേക്കൊന്ന് യാത്ര നടത്തുക. ഒന്ന്, ഉണരുമ്പോൾ തന്നെ ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞ് തുടങ്ങുക. നന്ദിയോടുകൂടി ഒരു ദിവസത്തിൻ്റെ ദിശ തിരിക്കുക. നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കും, ഇത് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആനന്ദത്തിൻ്റെ താക്കോലാണ് പ്രഭാതത്തിലെ നന്ദി പ്രകടനം. ആദ്യം തന്നെ നിറപുഞ്ചിരിയോടുകൂടി ദൈവമേ നന്ദി, ഈ ദിനം തന്നതിന് നന്ദി, എഴുന്നേക്കാൾ ആരോഗ്യം തന്നതിന് നന്ദി, എൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുവദിച്ച് തരാൻ പോകുന്ന എന്തിനും ഏതിനും നന്ദി. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? പഴയ കവിതയാണ്. നന്ദി നന്ദി എൻ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആരംഭിക്കുക. പിന്നെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൂടെയുള്ള ആളുകളെക്കൊന്ന് ഓർക്കുക. നന്ദി, അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാകട്ടെ ദിവസം. അങ്ങനെ തുടക്കത്തിൻ്റെ തന്നെ താക്കോല് നന്ദിയുടെ താക്കോലായി മാറുമ്പോൾ ജീവിതത്തിന് വലിയൊരു അർത്ഥം ഉണ്ടാവും, ആർദ്രത ഉണ്ടാവും. രണ്ട്, നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി നന്ദി പറയുക. അതൊരു ശീലമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ നന്ദി പറയും. താങ്ക് യു താങ്ക് യു താങ്ക് യു. നല്ലൊരു ഗിഫ്റ്റ് വരുമ്പോൾ നിങ്ങൾ പറയും താങ്ക് യു വെരി മച്ച്, താങ്ക് യു സോ മച്ച്. നിങ്ങൾ വെറുക്കുന്നവരോട് താങ്ക് യു പറയാൻ പറ്റുമോ? ചിലപ്പോൾ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ മാത്രമായിരിക്കുമ്പോൾ ഈ മനുഷ്യനെ നിങ്ങൾ അത്രയ്ക്കേറെ വെറുത്ത് മനസ്സ് മുട്ടി പ്രാഗി തെറിയായ തെറികളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലുള്ള ഏതൊരു കുഴിമാടത്തിൽ നിങ്ങൾ ജീവനോടെ കുഴിച്ചിടും. അടുത്ത ദിവസം തന്നെ അത് പുറത്തോട്ട് വരും. വീണ്ടും അയാളോടുള്ള ദേഷ്യം. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളെ വെറുക്കുന്നവരെ, നിങ്ങളെ വെറുക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളെ നന്ദിയോടുകൂടി ഒന്ന് നെഞ്ചോട് ചേർക്കാൻ പറ്റാറുണ്ടോ? ഫിസിക്കലായിട്ട് പറ്റിയിട്ടില്ലെങ്കിലും ഹൃദയം കൊണ്ട് സാധിക്കുമോ? അപ്പോൾ നിങ്ങളെന്നോട് പറയും അതെന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശീലമല്ലല്ലോ, ശീലമാക്കി എടുക്കുക. ജീവിതത്തിന് അതൊക്കെ നല്ലതാണ് സുഹൃത്തെ. അത് അഭിനയിക്കലല്ല, മറിച്ച് വെറുക്കുന്നവരെ പോലെ സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ വഴി നടക്കലാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിൻ്റെ ഒരു കരണത്തെ അടിച്ചവന് മറ്റേ കരണം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ തലമുറക്കാർ പറയും ഇതൊന്നും പ്രാക്ടിക്കലല്ല. പ്രാക്ടിക്കലാണ്. കർത്താവ് എല്ലാ കാലത്തും പ്രാക്ടിക്കലാണ്. എൻ്റെ ഈശോ പ്രാക്ടിക്കലല്ലാത്ത ഒരു കാര്യം ആരോടും പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കൂടി പ്രാക്ടിക്കലായിട്ടൊന്ന് സ്വീകരിക്കാം. ഒരു സന്യാസി തിരമാലയിൽപ്പെട്ട് കടലിലേക്ക് പോയി ചത്തൊടിയാൻ ഒടുങ്ങുന്ന ഒരു തേളിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഓരോ തവണ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും തേള് സന്യാസിയെ കടിക്കും. എന്നിട്ടും സന്യാസിയെ ശ്രമം വിട്ടിട്ടില്ല. വീണ്ടും അതിനെ എടുക്കും, വീണ്ടും അത് കടിക്കും, വീണ്ടും അതിനെ എടുക്കും. അവസാനം രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാണ് ഗുരു ഈ മണ്ടത്തരം കാണിക്കുന്നത്? തേള് അതിൻ്റെ സ്വഭാവം പുറത്തെടുക്കില്ലേ? രക്ഷിക്കാൻ ശ്രമിച്ചവനായാലും ശിക്ഷിക്കാൻ ശ്രമിച്ചവനായാലും തേളാണ്. അകത്ത് നിറയെ വിഷമാണ്. അവൻ കുത്തും, കൊല്ലും. അങ്ങെന്തിനാണ് അവൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ഗുരു ശാന്തനായിട്ട് പറഞ്ഞു, ശരിയാണ്, രക്ഷിക്കാൻ ശ്രമിക്കുന്നവനെ പോലും ശിക്ഷിക്കുക എന്നതാണ് തേളിൻ്റെ സ്വഭാവം. പക്ഷേ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നവനെ പോലും രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വഭാവം. എൻ്റെ സ്വഭാവം നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര നല്ല വ്യക്തിയാണെങ്കിലും നിങ്ങൾ വെറുക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. ശരിയല്ലേ? ഉണ്ടാകും. നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഏറ്റവും ലവ്വിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു,
ഏറ്റവും കരുതലോടെ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ടും നിങ്ങളോട് അസൂയുള്ള, ദേഷ്യമുള്ള, വെറുപ്പുള്ള ആരൊക്കെയുണ്ട്? ഇപ്പം എന്ത് ചെയ്യും? അവരെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിലപിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. മനസ്സുകൊണ്ടെങ്കിലും അവർക്ക് നന്ദി പറയുക. കാരണം എന്താണെന്നറിയോ? അവർ നിങ്ങളെ ഇത്രയേറെ വെറുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ ഒരു സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. ഈ അഡ്വേഴ്സിറ്റി ഈസ് ദ ടച്ച് സ്റ്റോൺ ഓഫ് ക്യാരക്ടർ എന്നാണ് പറയാറ്. അതായത് ക്ലേശകാലമാണ് ഒരാളുടെ സ്വഭാവത്തിന് ഉരകല്ല്. ക്ലേശകാലത്ത് നമ്മൾ ഞെരിക്കപ്പെടുന്നത് മാത്രമല്ല, ഒരുക്കപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുക്കപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളെ ക്ലേശത്തിൻ്റെ അപ്പം നൽകി വളർത്തുന്നവർ അറിയാതെ നിങ്ങളെ ഒരുക്കുന്നുണ്ട്. ഞെരിക്കുക മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് നന്ദി പറയണ്ടേ? ആ നന്ദി പറയുന്ന ശീലം നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ സുഖമുണ്ട്. ഒരാൾ കാറോടിച്ച് ശാന്തമായിട്ട് പാട്ടൊക്കെ പാടി കൂട്ടുകാരനോടൊപ്പം സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് റഫ് ആൻഡ് ടഫായിട്ടുള്ള ഒരാൾ ഈ കാറിന്മേ വന്ന് ഇടിച്ചു. അവനാണ് റൂൾസൊക്കെ തെറ്റിച്ചത്, അവനാണ് വന്ന് ഇടിച്ചത്. എന്നിട്ട് അവൻ തന്നെ തെറിവാക്കും, പൊളിവാക്കും, ഒച്ചവെക്കലും. അപ്പോൾ ഈ പയ്യൻ ഒന്നും മിണ്ടാതെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ തെറി പറയുമ്പോൾ താങ്ക് യു. എന്നിട്ട് അവസാനം ഗോഡ് ബ്ലെസ് യു എന്ന വീട്ടിൽ കൈ ഉയർത്തി. സുഹൃത്തിന് അങ്ങേറ്റം ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ആ റാസ്കൽ, ബ്ലഡ് റാസ്കൽ, അവൻ വന്നിട്ട് റൂൾസൊക്കെ തെറ്റിച്ച് നമ്മുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചു. എന്നിട്ട് അവൻ തെറി പറഞ്ഞപ്പോൾ നീ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ എന്നിട്ട് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തുന്നു. നിനക്കെന്താണ്? നിനക്ക് വയ്യേ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചങ്ങാതി പുഞ്ചിരി മാറാത്ത മുഖത്തോടുകൂടി പറഞ്ഞു, അവനൊരു ചവറ് വണ്ടി പോലെയാണ്. ഒരു ചവറ് വണ്ടി നമ്മളെ വന്ന് ഇടിക്കുമ്പോൾ ചവറ് നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടാ? ചവറിൻ്റെ പാട്ടിന് പോട്ടെ. ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കിയേ. ചില മനുഷ്യർ ചവറ് വണ്ടി പോലെയാണ്. അവരുടെ അകത്ത് ഫ്രസ്ട്രേഷൻ്റെയും റിഗ്രറ്റുകളുടെയും നിരാശയുടെയും നിഷേധാത്മകതകളുടെയും നിറയെ ചവറാണ്. ആ ചവറ് നമ്മളെന്തിനാണ് സ്വീകരിക്കുന്നത്? ചവറ് വണ്ടികൾ ചുറ്റിലുണ്ട്. ചവറ് വണ്ടി നിങ്ങളുടെ വണ്ടിയെ വന്ന് ഇടിച്ച് നിങ്ങൾ ആ ചവറ് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊരു നന്ദി കൊണ്ട് ചിലപ്പോൾ അഴുക്കുള്ള ഒരു സാധനത്തെപ്പോലും അഴകുള്ള ഒന്നാക്കി മാറ്റിയെന്ന് വരാം. ഇത് ജീവിതത്തിൻ്റെ ഒരു പ്രമാണമായിട്ട് സ്വീകരിക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ, നിങ്ങളെ വല്ലാതെ എതിർക്കുന്നവരെ, അവരെയൊക്കെ മനസ്സുകൊണ്ടെങ്കിലും നന്ദിയോടുകൂടി ഉൾക്കൊണ്ട് നോക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. ആദ്യത്തെ അത്ഭുതം, നിങ്ങൾക്ക് അവരോടുള്ള ദേഷ്യം കുറയും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യും, മനസ്സിലാവും. നിങ്ങൾക്ക് അവരുടെ ദേഷ്യം കുറയും. 2, അറിയാതെ നിങ്ങളുടെ താങ്ക്സ്ഫുൾനെസ്സിൻ്റെ ആ വൈബ്രേഷൻ ദൈവം അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ അകത്ത് നിറഞ്ഞിരിക്കുന്ന നന്മ അവരുടെ ഒഴിഞ്ഞ ഹൃദയത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. എന്നിട്ട് അവരിൽ മാറ്റം വരും. നിങ്ങളിവിടെ ഒന്നും ചെയ്യാതെ അവരോട് നന്ദി പറഞ്ഞ് അവർക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന ഫലിക്കും. പ്രാർത്ഥന ഫലിച്ച് അവ കുറച്ചുകൂടി മെച്ചപ്പെട്ടവരായി മാറും. അറിയാതൊരു ഇവാഞ്ചലൈസേഷൻ സംഭവിക്കുന്നില്ലേ? ഇതിനെയൊക്കെയാണ് യഥാർത്ഥ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയേണ്ടത്.